ഹലോ, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്സ് കണ്ടു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് ബാക്കി കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് നോക്കാം. സോ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് അറിയിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. വി വിൽ ഗെറ്റ് മാരീഡ് ഓൺ ദ 12th of November. ഇവിടെ നമുക്ക് പറയേണ്ടത് ഞങ്ങൾ നവംബർ 12 വിവാഹിതരാകും. ഈ സെൻറ്റൻസിൽ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നേരത്തെ ഫിക്സ് ചെയ്തൊരു കാര്യം പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ആർ ഗെറ്റിംഗ് മാരീഡ് ഓൺ ദ 12th of November. അതാണ് കറക്റ്റ്. പിന്നെ ഉള്ള ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഷീ ഈസ് മാരീഡ് വിത്ത് എ പൈലറ്റ്. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എവിടെയാണ്? നമ്മൾ ഒരിക്കലും മാരീഡ് വിത്ത് എന്ന് പറയത്തില്ല, മാരീഡ് ടു എന്നാണ് പറയേണ്ടത്. സോ ഇവിടെ ഷീ ഈസ് മാരീഡ് ടു എ പൈലറ്റ് ആണ് കറക്റ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, യു വെൻറ്റ് ടു ദ ഷോപ്പ് യെസ്റ്റർഡേ. ഈ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക്? ഇവിടെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെ തെറ്റാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വേർബ്. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇവിടെ ആദ്യം ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വേർബായ ഡിഡ് വരാനുള്ള കാരണം ഇന്നലെ പോയോ എന്നാണ് ചോദിക്കേണ്ടത്. സോ ഡിഡ്. പിന്നെ സബ്ജക്റ്റ് യു, പിന്നെ മെയിൻ വേർബ് എപ്പോഴും ബേസ് ഫോമിൽ വേണം യൂസ് ചെയ്യാൻ. അതായത് ഡിഡ് വരുമ്പം എപ്പോഴും മെയിൻ വേർബ് ബേസ് ഫോമിലായിരിക്കണം. പോവുക, ഗോ. ഓക്കെ, അത് ബേസ് ഫോമിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. സോ ഡിഡ് യു ഗോ ടു ദ ഷോപ്പ് യെസ്റ്റർഡേ ആണ് കറക്റ്റ്. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ഐ നീഡ് ആൻ അഡ്വൈസ് ഫ്രം യു അബൌട്ട് ബൈയിങ് എ കാർ. ഞാനൊരു കാർ വാങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളിൽ നിന്നൊരു അഭിപ്രായം വേണം. ഇതെങ്ങനെയാണ് പറയുന്നത്? ഐ നീഡ് ആൻ അഡ്വൈസ് ഫ്രം യു അബൌട്ട് ബൈയിങ് എ കാർ. ഇതിലെവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത്? ഇവിടെ ആൻ അഡ്വൈസ് എന്ന് ഒരിക്കലും പറയരുത്. കാരണം അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ അല്ല. അതായത് ആപ്പിൾ, ഓറഞ്ച് ഇതൊക്കെയാണെങ്കിൽ കൗണ്ടബിൾ ആണ്, നമുക്ക് കൗണ്ട് ചെയ്യാം. സോ ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, അല്ലെങ്കിൽ 3 cars, ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്ത് പറയാം. പക്ഷെ അഡ്വൈസ് എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് വേറെ രീതി പറയാം, ഐ നീഡ് സം അഡ്വൈസ് ഫ്രം യു അബൌട്ട് ബൈയിങ് എ കാർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ നീഡ് യുവർ അഡ്വൈസ് അബൌട്ട് ബൈയിങ് എ കാർ. ഇനി അടുത്തൊരു സെൻറ്റൻസ്, ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ. ഈ സെൻറ്റൻസിലെ മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ അല്ല, ഐ വർക്ക് ആസ് എ ടീച്ചർ. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ. ഫോർ എക്സാമ്പിൾ, ഐ ആം ടീച്ചിങ്, യു ആർ ലിസ്ണിങ്. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം. ഐ ലിവ് ഇൻ കേരള എന്നാണ് പറയേണ്ടത്, ഐ ആം ലിവിങ് ഇൻ കേരള എന്ന് പറയരുത്. ഇനി അടുത്തൊരു സെൻറ്റൻസ് പറയാം, അനു ഈസ് വർക്കിംഗ് ഹിയർ ഫോർ 3 years. അതായത് അനു 3 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഇതാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ആക്ഷൻ നടന്നത് പാസ്റ്റിലാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. ഇവിടെ അനു സിംഗുലർ ആണ്, അതുകൊണ്ട് തന്നെ അനു ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 3 years എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 hours. സോ ഇവിടുത്തെ മിസ്റ്റേക്ക് എന്താണ്? ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 2 മണിക്കൂറായിട്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 ആണ് യൂസ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ
സിൻസ് 2 hours അല്ല, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours ആണ് കറക്റ്റ് ആൻസർ. ഇനി സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടതെങ്കിലോ വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 2 o'clock അല്ലെങ്കിൽ സിൻസ് 3 o'clock. ഒരു ടൈം സ്പെസിഫൈ ചെയ്ത് പറയുവാണെങ്കിൽ അവിടെ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വരാറുള്ള കുറച്ച് മിസ്റ്റേക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കണ്ടത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഏതെങ്കിലും കറക്ഷൻസ് ഇതിലുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഇറ്റ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും പിന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.